ഇവിടെ സസ്പെൻഷൻ ഗംഭീരമാണ്. എടാ തൈ സപ്പോർട്ട് കയറ്റി വെക്കാം. നൈസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നോക്കൂ, സിട്രോൺ ബസാൾട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ലാ മാൻഷൻ സിട്രോൺ എന്ന് പറഞ്ഞ കൊച്ചി ഷോറൂമിനകത്താണ്. സിട്രോൺ അവരുടെ ഏറ്റവും പുതിയ മോഡലുകൾക്കൊക്കെ തന്നെയും ബ്ലാക്ക് വേരിയൻറ്റുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഡാർക്ക് എഡിഷൻസ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിൽ C3 എയർക്രോസ് കാണാം. C3 എയർക്രോസ് ആക്ച്വലി ഇപ്പം എയർക്രോസ് എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്. C5 എയർക്രോസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന അതിൻ്റെ കുറച്ചുകൂടി ചെറിയ വാഹനമാണ്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഇവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന മോഡലാണ് ബസാൾട്ട് എന്ന് പറയുന്ന മോഡൽ. ഇത് നമ്മളിതുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വണ്ടിയിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഡാർക്ക് എഡിഷനിലേക്ക് വന്നതുകൊണ്ട് ആദ്യത്തെ കാര്യം ഡാർക്ക് കളേർഡാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രോം എലമെൻറ്റുകളൊക്കെയും ഡാർക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തൊരു ഗൺ മെറ്റാലിക് കളർ പോലത്തെ കാര്യങ്ങളൊക്കെ കാണാം. ലോഗോ ഇതങ്ങനെ പ്രത്യക്ഷത്തിൽ വിസിബിൾ അല്ലാത്ത രീതിയിലാണ് ഇപ്പം ക്രമീകരിക്കപ്പെട്ടുള്ളത്. സിട്രോണിൻ്റെ ലോഗോ 2 ആരോസ് എന്നുള്ള ആ ഒരു രൂപത്തിലാണ്. DRL യൂണിറ്റ് കാണാം. അതുപോലെ ഹെഡ് ലാമ്പ് സിംഗിൾ ചേംബർ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിട്ടാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു DRL പാറ്റേൺ കാണാം. നമ്മുടെ C3 എയർക്രോസിൻ്റെ അതേപോലത്തെ ഫ്രണ്ട് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. സെയിം 3 ഇതളുകളും ഇതും ഒക്കെ കൊടുത്തിട്ടുള്ള തരത്തിൽ താഴത്ത് നമുക്ക് എയർ ഡാം യൂണിറ്റ് കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലാക്കിലേക്ക് വന്ന സമയത്തുള്ള ഒരു ഹൈലൈറ്റ് ആണ്. പക്ഷേ സ്റ്റിൽ അത് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു കളർ മാത്രമാണ് ഇതിനകത്ത് ബ്ലാക്ക് അല്ലാതെ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏറെക്കുറെ ബ്ലാക്ക് എലമെൻറ്റുകളാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത്. നല്ല രസമുള്ള ഫ്രണ്ടാണ് അല്ലേ. ശരിക്കും കുറച്ചും കൂടി റോഡ് പ്രസൻസ് ഉള്ള ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നി. റോഡിൽ ഞാൻ ചില മോഡലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബസാൾട്ടിനെ. ശരിക്കും കുറച്ചൊരു അട്രാക്റ്റീവാണ്. ഒരു ക്രോസ് ഓവർ SUV എന്നതിനെ വിശേഷിപ്പിക്കാം. സൈഡ് പ്രൊഫൈൽ കുറച്ചും കൂടി രസമുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കൂപ്പ് അട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇവിടെ ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഡാർക്കിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റെഡ് ലൈനും ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. വീല് അത്യാവശ്യം നല്ല രസമുള്ള വീലാണ്. ധാരാളം ഇതളുകളായിട്ട് അതിനകത്തൊരു ക്രോം റിഫ്ലക്ഷനൊക്കെ നമുക്ക് കാണാം. എല്ലാം കൂടി ചെയ്തിട്ടുള്ള ഒരു C8 ടയറാണ് വന്നുള്ളത്. ഇവിടേക്ക് വരാം. സൈഡ് വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റർ ഫുള്ളി ബോഡി കളേർഡായിട്ടാണ് വന്നുള്ളത്. ഡോർ ഹാൻഡിൽസൊക്കെ ബോഡി കളർ. ഇവിടെ കേട്ട് തുറക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഒരു കാര്യം പറയാം, ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിനകത്തും സൺറൂഫ് ഇല്ല എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പക്ഷേ നിങ്ങളൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു റെഡ് എലമെൻറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനകത്തും ഇവിടെ ഇങ്ങനെ റെഡ് എലമെൻറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കണ്ടതായിട്ടുള്ള ഒരു ചെറിയ ഓർമ്മയുണ്ട്. സൈഡിലേക്കും കൂടി കയറി നിൽക്കുന്ന ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. കണ്ട ഒരു കൂപ്പെ സ്ലോപ്പ് ശരിക്കും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. രസമുണ്ട്, കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവാണ്. വീല് നല്ല രസമുണ്ട്. സൈഡിൽ നിന്നുള്ള പ്രസൻസും രസമില്ലേ, നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയാം. ആ ഒരു കൂപ്പെ ഹൈലൈറ്റ് ബാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സിട്രോ എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് ആൻഡ് ബാഡ്ജിങ്. ശരിക്കും ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് സിത്രിയോൺ എന്നാണ്. ഇവിടെ ഈൻ്റെ മുകളിലൊരു കുത്തും കാര്യങ്ങളൊക്കെ കാണാം. അത് ആ ഒരു ലെറ്ററിങ് ഇതിൻ്റെയാണ്. അതുപോലെ പ്യുവർ ടെക് എന്ന് പറയുന്ന വേരിയൻറ്റ് ബാഡ്ജ്. അത് ശരിക്കും നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് എഴുതിയേക്കുന്ന ആ ഒരു കളറിലാണല്ലേ. ബസോൾട്ട് എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. ബാക്കിലേക്ക് നമുക്ക് 2 പാർക്കിംഗ് സെൻസറുകളാണ് കാണുന്നത്. 4 എണ്ണത്തിന് കൊടുത്തില്ല. റിവേഴ്സ് ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പൊക്കെ ഒരു രസമുണ്ട്, ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് ഭാഗം പോലെ കാണാം. ഈ ഒരു ഭാഗം ഷാർക്ക് ഫിൻ ആൻറ്റിന, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ മിസ്സിംഗ് ആണ്. ഓട്ടോമാറ്റിക് അല്ല, നമുക്ക് മാനുവൽ ഓപ്പറേറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് കേട്ടോ. നല്ല സ്ഥലമുണ്ട്. നോക്കൂ, എനിക്ക് തോന്നുന്നത് ഒരു 500 ലിറ്ററോളം ഉണ്ടാവില്ലേ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. പാർസൽ ട്രേ കാണാം. ഇത് അത്യാവശ്യം നല്ല കട്ടിയും കനമൊക്കെ ഉള്ളൊരു പാർസൽ ട്രേട്ടാ. തിക്നെസ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു എനിക്ക്. നൈസ്, ഗുഡ്. ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇത് വെച്ച് നമുക്ക് വലിച്ച് ക്ലോസ് ചെയ്യാം. 9 ലക്ഷം രൂപ മുതൽ 14 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. കൊച്ചിയിലാണ് ഷോറൂം ഉള്ളത്. കാലിക്കറ്റിലുണ്ട് സിട്രോൺ ഷോറൂമുകൾ വരുന്നത്. തിരുവനന്തപുരത്തുണ്ടോ എന്നുള്ള കാര്യം കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, ഓർമ്മയിലില്ല. എനിവേ EVM ആണ് ഇത് ഹെഡ് ചെയ്യുന്നത്. വേറൊരു കാര്യം, ഇതിൻ്റെ ബ്ലാക്ക് കളറിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടി ഒരു മാഫിയ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് തീം ഫാൻസിനൊക്കെ ഇതും ഭയങ്കര രസമായിട്ട് തോന്നും. ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. ഇടയ്ക്ക് ഒരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. സിത്രോ എന്ന് പറയുന്നത് വിത്ത് ഇലുമിനേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിൽ പ്ലേറ്റ്, മ്യൂസിക് സിസ്റ്റം കാണാം ഡോറിലേക്ക് വരുമ്പോൾ. അതുപോലെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് നമുക്കിവിടെ കാണാം. ഡോർ ഹാൻഡിൽസ് ഇത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ മാത്രമാണ് ലെതർ എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത്.
സ്റ്റോറേജ് സ്പേസ്. ആക്ച്വലി വാട്ടർ ബോട്ടിൽ ഹോൾഡർ പോലെയല്ല, ഒരു ഓപ്പൺ സ്പേസ് ആണ്. ബട്ട് നമുക്കൊരു വാട്ടർ ബോട്ടിൽ മാറ്റാം. ഒരു കൺവെർട്ടബിൾ ഏരിയാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് വരാം. ലെതറാണ്, റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് എഡിഷൻ്റെ ഒരു ലെറ്ററിങ് ഇവിടെ നമുക്ക് കാണാം. അത് ഒരു ഡാർക്ക് ലെറ്ററല്ല, അത് കുറച്ച് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ് വിത്ത് റെഡ് അല്ലേ, ഈ ഒരു കളർ ടോൺ നല്ല രസമുണ്ട്. ഇത് എനിക്ക് രസമായിട്ട് തോന്നിയിട്ടാണ്. കുറച്ചും കൂടി ഒരു ഫാൻസി ഫീൽ ഉണ്ട്. അങ്ങോട്ട് നോക്കി ആ സീറ്റിലേക്ക് നോക്കിയാൽ കുറച്ചും കൂടി അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ സീറ്റിലേക്ക് വരാം. മാനുവലിയാണ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റിക്ലൈനബിൾ ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ 2 ഫംഗ്ഷൻസ് ഇവിടെ കാണാം. സ്റ്റിൽ കീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ എൻജിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് കീ. ശരിക്കും നെക്സോൺ ആയിരിക്കും ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സോൺ ആ ഒരു തീമിലൊക്കെ ആയിരിക്കും. AC വെൻറ്റ് പിയാനോ ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ക്രോം ടച്ചൊക്കെ കൊടുത്തുള്ള ഒരു AC വെൻ്റാണ്. പക്ഷേ അത് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഒരു അപ്പർ ക്ലാസ് ഫീൽ തോന്നി ഇല്ല, ഈ ഒരു ഡിസൈനും അതിന് ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ. ലെതറാണ്, ഇവിടെയൊക്കെ ലെതർ ഡാഷ്ബോർഡിൽ, അത് നൈസായി തോന്നി. സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്പിഡാണ്, 3 സ്പോക്കാണ്. ഇവിടെ ഹോണ്, ലോഗോ, അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാണാം. അഡാസ് ലെവൽ ഫീച്ചേഴ്സോ കാര്യങ്ങൾ, അതുപോലെ സീറ്റ് വെൻറ്റിലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് കുറച്ചും കൂടി ഒരു ബേസ് ബഡ്ജറ്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. 14 ലക്ഷം രൂപയുടെ ആ ഒരു റേഞ്ചിലാണ്. പക്ഷേ ആ ഒരു പ്രൈസിൽ ഇപ്പോഴും വേറെ കുറേ വണ്ടികൾ ഒരുപാട് ഫീച്ചേഴ്സ് ഈവൻ സൺറൂഫ് ഉള്ളതുണ്ട്. നോട്ട് ദ പോയിൻറ്റ്. പവർ വിൻഡോ കൺട്രോൾ ഇവിടെയാണ്. അതുപോലെ തന്നെ വിൻഡോൻ്റെ ക്ലോസ് ബട്ടൺ, ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതായത് വിൻഡോ താത്താതിരിക്കാൻ ലോക്ക് ചെയ്ത് വെക്കില്ലേ, അങ്ങനത്തെ ബട്ടൺസ് ഇവിടെ കാണാം. 2 ഡമ്മി ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഫ്യൂവലിൻ്റെ ഭാഗം ഇവിടെ, പെഡൽസ് നമുക്കവിടെ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഇൻറ്റീരിയറിൽ ഏറെക്കുറെ സീറ്റാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റുകളൊക്കെ ആണെങ്കിലും ബീജ് കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ബ്ലാക്കിലേക്ക് കൊടുത്തുകൊണ്ട് ഇത് ഫുള്ളി ബ്ലാക്ക് തീം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നു. പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ്. സെൻട്രൽ ടണലിലൊന്ന് പരിചയപ്പെടാം. ഹാൻഡ് ബ്രേക്ക് ഇത് കുറച്ചും കൂടി ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. സാധാരണ ഗതിയിൽ ചെറിയൊരു വള്ള് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇത് കുറച്ചും കൂടി യൂസ് ചെയ്യാനും അത്യാവശ്യം നല്ല ഫീൽ ഗുഡാണ്. ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ട്രാൻസ്മിഷൻ, അതിന് ചുറ്റിലും പിയാനോ ബ്ലാക്ക് എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിന് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പവർ ബട്ടണും നമുക്കിവിടെ കാണാം. മുകളിലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ ഒരു USB പോർട്ട് C ടൈപ്പ് ഒക്കെ വെക്കായിരുന്നു, പക്ഷേ വെച്ചില്ല. ഇവിടെ നമുക്കൊരു നോർമൽ ടൈപ്പ് ചാർജർ മാത്രമാണ് കൊടുത്തത്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഒരു കേബിളൊക്കെ വെച്ച് മൊബൈലിൽ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺ, അത് ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. കാരണം ഇവിടെ നമുക്ക് ഇൻഫോ റെപ്രസെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മോഡ് സെലക്ഷനൊക്കെ നോക്കിയാൽ അത് രസമുണ്ടല്ലേ. സാധാരണ നമ്മൾ കണ്ട് ശീലിച്ചില്ല ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള ഒരു ഡിഫറൻസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കാണാം. AC-ൻ്റെ ഓൺ ഓഫ്, ലോ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്, സിംഗിൾ സോൺ ക്ലൈമറ്റ് ആണ്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു മോസ്റ്റ് മോഡേൺ ഫീലൊന്നുമല്ല കിട്ടുന്നത്. പക്ഷേ യൂസ് ചെയ്യാൻ സുഖമുണ്ട്. അപ്പോൾ കറപ്പടെ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വർക്ക് ചെയ്യും. വോളിയം നല്ല സൗണ്ട്, ടച്ചാണ്. ഓക്കെ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ലെതർ എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് കാണാം. ആക്ച്വലി അത് കളർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആംബിയൻ ലൈറ്റിംഗ് ആണ്. സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. വെഹിക്കിളിനകത്ത് പോയാൽ ഇല്ല, ഇതിനകത്ത് കാണുന്നില്ല. സെറ്റിങ്സ്, ഫോൺ, ഓഡിയോ, ക്ലോക്ക്, ജനറലിനകത്ത് ഫാക്ടറി സെറ്റ്, അബൌട്ട്, വൈഫൈ, ലാംഗ്വേജ്, അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇത് ചേഞ്ച് ആവുന്നുണ്ട്. നേരത്തെ ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു, ഇപ്പം റെഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ചും കൂടി പറയാം. ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. രസമുണ്ട്. ആ ഒരു തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ഗ്രീൻ അല്ലേ, ഡാർക്ക് ഗ്രീനിനെ ലൈറ്റാക്കി കൊടുത്തേക്കണ ഒരു സാധനം. പക്ഷേ ഇതിൽ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്നത് കേട്ടോ വലിയ ഇൻഡിക്കേഷൻ തന്നെ വരുന്നുണ്ട്. സാധാരണഗതിയിൽ ചെറിയൊരു ഇൻഡിക്കേഷൻസ് ഉണ്ടാവുക, ഇതിനകത്ത് വലുതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെയും ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീഡോമീറ്റർ, റേഞ്ച്, അതുപോലെ തന്നെ ഫ്ലാഷ് എല്ലാം ഒരു ചെറിയ ഏരിയക്കുള്ളിൽ ഒതുക്കി കൊടുത്തേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് അത്രമാത്രം മതി. കാരണം ഇത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡിൽ അത് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലാമ്പ് കാണാം, യെല്ലോ ലാമ്പുകളാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കുമ്പോൾ ഇവിടെ വൈറ്റ് ലാമ്പ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യെല്ലോ എന്ന് പറയാൻ കാരണം. പ്ലെയിൻ ആണ് ഷെയ്ഡ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, അത് ഡ്രൈവർ സൈഡിൽ മിസ്സിംഗ് ആണ്. ഇവിടെയൊക്കെ ഭയങ്കര ഒരു പ്ലെയിൻ സെറ്റപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൂഫ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ ഇവിടെ നമുക്ക് കൺട്രോൾ യൂണിറ്റും ആവശ്യമില്ല, ബിക്കോസ് സൺറൂഫ് ഇല്ല. ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ബട്ട് മാനുവലാണ്.
ഇരിക്കാൻ നല്ല പൊസിഷനാണ്, വിസിബിലിറ്റിയും നല്ലതാണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റുകളൊന്നും ഞാൻ കണ്ടതും അതുപോലെ തന്നെ ആളുകൾ പറഞ്ഞു കേട്ടതും ഞാൻ ഓടിക്കാത്തതുകൊണ്ട് പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്. അത് C3 ഓടിച്ചപ്പോഴും C5 ഓടിച്ചപ്പോഴും നമ്മൾ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സസ്പെൻഷൻ ഗംഭീരമാണ്. പ്രത്യേകിച്ച് C5 ഈ അടുത്ത കാലത്ത് ഓടിച്ച പല വണ്ടിയിൽ പോലും ഞാൻ കാണാത്തൊരു സസ്പെൻഷൻ ഞാൻ C5 എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മറക്കില്ല. കൊച്ചിയിൽ ഈ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു ഞാനത് ഓടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ ഞാൻ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് റോൾസ് റോയ്സിലൊക്കെയാണ് മുമ്പ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സെക്കൻഡ് റോയിലേക്ക് വരാം. സീറ്റ് ലെതർ തന്നെയാണ്. തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ഫെസിലിറ്റി ഇതിനകത്തുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ കയറിയിരുന്ന് നോക്കാം. നോക്ക്, യെസ്, എടാ തൈ സപ്പോർട്ട് കയറ്റി വെക്കാം. നൈസ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നോക്കൂ, അത് ലവ്ലി, യെസ്, നൈസ്. നല്ല കംഫർട്ടബിൾ സീറ്റ്. തൈ സപ്പോർട്ട് കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഒരു ഫീൽ ഗുഡായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. തല എനിക്ക് മുട്ടുന്നൊന്നുമില്ല, പക്ഷേ ഒരു 2 വിരലിൻ്റെ ഗ്യാപ്പാണ് ഹെഡ് റൂം ആയിട്ടുള്ളത്. ബട്ട് ഓക്കെ, ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൂപ്പ് ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ AC ആണ്. ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ലൈക്ക് ഓൺ ഓഫ്, അല്ലാതെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. താഴെ 2 C-ടൈപ്പ് ചാർജിങ് പോർട്ടാണ് കൊടുത്തതിൽ. ഡാർക്ക് എഡിഷനിലേക്ക് വന്നപ്പോൾ ഏതായാലും ഒരു അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു C-ടൈപ്പ് ആക്കായിരുന്നു A-ടൈപ്പിന് പകരം എന്ന് എനിക്ക് തോന്നി. ലെതർ സീറ്റുകളാണ്. ആ ഡാർക്ക് ലെറ്ററിങ് കൊടുത്തിട്ടില്ലെങ്കിലും ആ ഒരു കളർ ടോൺ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കപ്പ് ഹോൾഡർ വിത്ത് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ബാക്കിലത്തെ പാസഞ്ചർ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. ലെഗ് റൂമിൻ്റെ കാര്യം കൂടി നോക്കാം. നല്ല ലെഗ് റൂമുണ്ട്. ശരിക്കും ഒരു 8 വിരൽ ഗ്യാപ്പുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ്റെക്കാളും കുറച്ച് ബാക്കിലാണ്. എന്നിരുന്നു കഴിഞ്ഞാലും എനിക്കിവിടെ ഒരു 7 വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല ലെഗ് റൂമുണ്ട്, താങ്ക്സ് ടു ദി ലോങ് വീൽ ബേസ് അല്ലേ. ഇനി എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ആണ് ഇതിനകത്തുള്ളത്. ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, മറ്റൊന്നൊരു ടർബോ പെട്രോൾ എഞ്ചിൻ. രണ്ടും 1.2 ലിറ്റർ തന്നെയാണ്. ഇത് നോർമൽ എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടർബോ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ടെർബോ ബാഡ്ജിങ് ഉണ്ടാവേണ്ടതാണ്. അത് ബാക്കിലും ഉണ്ടാവും എഞ്ചിനിലും ഉണ്ടാവും എന്നുള്ളതാണ്. വേറൊരു കാര്യം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് ഈ ഒരു ഭാഗത്തായതുകൊണ്ടും ഡാർക്കായതുകൊണ്ടും പെട്ടെന്ന് കാണുന്നില്ല. ഇവിടെയാണിത് വെക്കേണ്ടത്. യെസ്, മാനുവൽ ട്രാൻസ്മിഷനകത്തും ഓട്ടോമാറ്റിക്കിനകത്തും അവൈലബിൾ ആണ്. അപ്പോൾ 4 എഞ്ചിൻ വകഭേദങ്ങളായിട്ട് പറയാം. ബസാൾട്ട് U 1.2 ലിറ്റർ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ 8.25 ആണ് എക്സ്ഷോറൂം സ്റ്റാർട്ട് പ്രൈസ് ചെയ്യുന്നത്. 80 bhp ആണ്. 18 കിലോമീറ്റർ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തത് ബസാൾട്ട് പ്ലസ് 1.2 ലിറ്റർ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ. അതിലേക്ക് വരുന്ന സമയത്ത് 9.9 ലാക്ക് വരും. 18 കിലോമീറ്റർ ആവറേജ് കിട്ടും. 80 bhp തന്നെയാണ് അതും വരുന്നത് എന്നുള്ളതാണ്. ഇനി ടെർബോയിലേക്ക് വരുന്ന സമയത്ത് ബസാൾട്ട് പ്ലസ് 1.2 ടെർബോ പെട്രോൾ ഓട്ടോമാറ്റിക് 109 bhp ആണ്. 18.7 ആണ് വരിക. 13 ലക്ഷമാണ് എക്സ്ഷോറൂം പ്രൈസ് വരിക. ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.10 ലക്ഷമാണ്. ബസാൾട്ട് മാക്സ് 1.2 ടെർബോ പെട്രോൾ ഓട്ടോമാറ്റിക് ഡാർക്ക് എഡിഷൻ, അത് ഒരു 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. 109 bhp ആണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതാണ് എൻജിൻ ഡീറ്റെയിൽസും അതിൻ്റെ ഒരു ഏറെക്കുറെ ധാരണ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ലിസ്റ്റും ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇന്ന് മുതൽ നിങ്ങൾക്ക് സിട്രോൺ ഷോറൂമുകളിൽ ഡാർക്ക് എഡിഷൻസ് കണ്ടു തുടങ്ങാം. C3 ഡാർക്ക് എഡിഷൻ വന്നിട്ടുണ്ട്. C3 എയർ ക്രോസ്, അതായത് എയർ ക്രോസിൻ്റെ ഡാർക്ക് എഡിഷൻ വന്നിട്ടുണ്ട്. പിന്നെ C5 ഓൺ ബുക്കിംഗ് അനുസരിച്ച് ഇവരുണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. സോ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കാണാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെയാണ് ഷോറൂമുകളുള്ളത്. ഇതാണ് ഡാർക്ക് എഡിഷൻ. ഡാർക്ക് എഡിഷനിലേക്ക് വന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി വണ്ടി ഇഷ്ടപ്പെട്ടു. കാരണം കളർ അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഓൾ അബൌട്ട് ബസാൾട്ട് ഡാർക്ക് എഡിഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു കാര്യം പറയാം, C5 റിവ്യൂ ചെയ്ത സമയത്ത് സിട്രോൺ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി എങ്ങനെയാണ് ഉണ്ടായത്, അവർ യുദ്ധസമയത്ത് എന്തുണ്ടാക്കിക്കൊണ്ടിരുന്നു, അതിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ടാക്കാനുണ്ടായ കാരണം, അതിൻ്റെ പിന്നിലെ രസകരമായിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാണാത്ത ആൾക്കാർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.